വിലാവൻ എംസാവത്ത് ആരാണ്? 80,000 നഗ്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് സന്യാസിമാരെ കുടുക്കിയ തായ്ലൻഡ് സ്ത്രീ 100 കോടി രൂപ ബ്ലാക്ക്മെയിൽ വഴി തട്ടിയെടുത്തു. പ്രശസ്ത ക്ഷേത്രങ്ങളിലെ ഉന്നത മഠാധിപതികൾ ഉൾപ്പെടെ 9 സന്യാസിമാരെ പിന്നീട് സ്ഥാനഭ്രഷ്ടരാക്കി. കുറഞ്ഞത് 2 പേരെങ്കിലും ഒളിവിൽ പോയി. ജനസംഖ്യയുടെ 90% പേർ ബുദ്ധമതം ആചരിക്കുന്ന തായ്ലൻഡിൽ ഇതിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും സീനിയോറിറ്റിയും പലരെയും ഞെട്ടിക്കുന്നു. തായ്ലൻഡ് നേരിടുന്നത് ഏറ്റവും മോശമായതും ഞെട്ടിപ്പിക്കുന്നതുമായ ലൈംഗിക അഴിമതികളിൽ ഒന്നാണ്. സന്യാസിമാർ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രതി വിലാവൻ എംസാവത്താണ്. ഇരകൾ സന്യാസിമാരും മഠാധിപതികളും ഉൾപ്പെടെയുള്ളവരാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവരെ വശീകരിച്ചു. തുടർന്ന് അവരുടെ ഇൻറ്റിമേറ്റ് വീഡിയോകൾ റെക്കോർഡ് ചെയ്തു. അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പിന്നീടത് ഉപയോഗിച്ചു. വിലാവൻ എംസാവത്ത് എന്ന സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൾ ബ്രഹ്മചര്യ പ്രതിജ്ഞ ലംഘിക്കാൻ ബുദ്ധസന്യാസിമാരെ ലൈംഗിക ബന്ധത്തിലേക്ക് പ്രലോഭിച്ച ശേഷം വീഡിയോകൾ, നഗ്നചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുത്തു. റിപ്പോർട്ടുകൾ പ്രകാരം അഴിമതിയിൽ ഉൾപ്പെട്ട കുറഞ്ഞത് 9 മഠാധിപതികളെയും മുതിർന്ന സന്യാസിമാരെയും സന്യാസത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നിരവധി ബുദ്ധമത നേതാക്കൾ ഉൾപ്പെടുന്ന സന്ദേശങ്ങളും ഇൻറ്റിമേറ്റ് വീഡിയോകളും അവരുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയതായി റോയൽ തായ് പോലീസ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറഞ്ഞു. ബ്ലാക്ക്മെയിൽ വഴി ലഭിക്കുന്ന പണം നിയമവിരുദ്ധമായ ഓൺലൈൻ ചൂതാട്ടത്തിനായി വൻതോതിൽ ചിലവഴിക്കാൻ അവൾ ഉപയോഗിച്ചതായും അവർ കണ്ടെത്തി. സിക ഗോൾഫ് എന്നും അറിയപ്പെടുന്ന വിലാവൻ എംസാവത്തിനെ ബാങ്കോക്കിന് പുറത്തുള്ള നോന്തപുരിയിലുള്ള അവരുടെ ആഡംബര വസതിയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 30 വയസ്സ് പ്രായമുള്ള സ്ത്രീ ഇപ്പോൾ പിടിച്ചുപറി, കള്ളപ്പണം വെളുപ്പിക്കൽ, മോഷ്ടിച്ച സ്വത്ത് കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ നേരിടുന്നു. വിലാവന് കുറഞ്ഞത് 9 ബുദ്ധസന്യാസിമാരുമായി ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് ആരോപിക്കുന്നു. അവരിൽ പലരും ഈ ബന്ധത്തെക്കുറിച്ച് സമ്മതിച്ചതായി റിപ്പോർട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവരെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത് ആരംഭിച്ചതെന്ന് ആരോപിക്കപ്പെടുന്നു. ഒരു സന്യാസി അവളുമായി ദീർഘകാല ബന്ധത്തിലായിരുന്നുവെന്നും ഒരു കാർ സമ്മാനമായി ലഭിച്ചതായും പറഞ്ഞു. അവൾക്ക് മറ്റൊരു സന്യാസിയുമായി ബന്ധമുണ്ടെന്നും ആ സന്യാസിയുടെ ബന്ധം പുറത്തറിഞ്ഞതിന് ശേഷം തുടർന്ന് അവൾ അയാളോട് പണം ആവശ്യപ്പെടാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 3 വർഷത്തിനിടെ വിലാവൻ ബ്ലാക്ക്മെയിൽ വഴി ഏകദേശം 385 ദശലക്ഷം ബാറ്റ്, ഏകദേശം 102 കോടി രൂപ സമ്പാദിച്ചതായി അധികൃതർ കരുതുന്നു. അവരുടെയും വിവിധ സന്യാസിമാരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുന്ന 80,000-ലധികം അശ്ലീല ഫോട്ടോകളും വീഡിയോകളും അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ വസ്തുക്കൾ അവരുടെ ഇരകളിൽ നിന്ന് പണം തട്ടാൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജൂണിൽ ബാങ്കോക്കിലെ ഒരു മഠത്തിലെ മഠാധിപതി പെട്ടെന്ന് സന്യാസം ഉപേക്ഷിച്ചപ്പോഴാണ് ഈ അഴിമതി പുറത്തു വന്നത്. തൻ്റെ കുട്ടിയുടെ പിതാവാണെന്ന് അവകാശപ്പെട്ട് ആ സന്യാസിയെ വിലാവൻ ബ്ലാക്ക്മെയിൽ ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം ഒളിച്ചോടിയതായി പോലീസ് പറഞ്ഞു. സന്യാസിമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളെ കുറ്റക്കാരായി കണക്കാക്കുന്നതിനായി നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ഒരു സെനറ്റ് കമ്മിറ്റി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പുരുഷന്മാർ അവരുടെ പ്രവർത്തികൾക്ക് തുല്യമായി ഉത്തരവാദികളായിരിക്കണമെന്ന് വാദിക്കുന്ന വിമർശകരിൽ നിന്ന് ഈ നിർദ്ദേശം തിരിച്ചടിക്ക് കാരണമായി. തായ്ലൻഡിലെ ബുദ്ധമത പുരോഹിതന്മാർ, സംഘ എന്നറിയപ്പെടുന്നവർക്കുള്ളിലെ അഴിമതികളിൽ പലപ്പോഴും ലൈംഗികതയോ പണമോ ഉൾപ്പെടുന്നു. എന്നാൽ ഈ കേസിൽ അത്തരം മുതിർന്ന സന്യാസിമാരുടെ പങ്കാളിത്തം അതിനെ പ്രത്യേകിച്ച് വളരെ സ്ഫോടനാത്മകമായ ഒരു കേസാക്കി മാറ്റിയിരിക്കുന്നു.